ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. തെങ്ങിൻ തോട്ടങ്ങളിലെ തുള്ളിനനയ്ക്കായി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പിലാക്കിയ പദ്ധതിയിൽ തട്ടിപ്പെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ ആരോപിച്ചു. അഴിമതിയിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിക്കും പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിരമിച്ച ജീവനക്കാരെ ഉയർന്ന തുക ശമ്പളം നൽകി നിയമിച്ചാണ് അഴിമതിക്ക് കളമൊരുക്കിയതെന്നും സുമേഷ് അച്യുതൻ ആരോപിച്ചു. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അഴിമതിക്കാരായ റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ അവിടെ കൊണ്ട് താൽക്കാലിക ജീവനക്കാരായി വെച്ച് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തു. അതൊരു അഴിമതിയുടെ വലിയൊരു കേന്ദ്രമായി മാറിയിരിക്കാം. അപ്പോൾ ഒരു തെങ്ങിന് 1000 രൂപയാണ് പരമാവധി ചെലവ് വരിക. പക്ഷെ ഇവിടെ ചിറ്റൂർ പ്രദേശത്ത് 5 കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതികളിൽ അവിടെ ഏക്കറിന് 2.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ ഓരോ പദ്ധതികൾ വ്യത്യസ്തമായിട്ട് ചെലവ് വന്നിട്ടുണ്ട്. വലിയ ഒരു അഴിമതി നടന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിലെ അഴിമതിയുടെ വ്യാപ്തി എന്ന് വെച്ചാൽ ഈ പദ്ധതികൾ ആരംഭിച്ച് അതിലെ ഓരോ ഘട്ടത്തിലാണ്. ഒരു പദ്ധതി ആരംഭിച്ച് 3.5 വർഷത്തിൽ കൂടുതലായി, അങ്ങനെ 2 വർഷത്തിൽ കൂടുതലായി 5 പദ്ധതികളും ആരംഭിച്ചിട്ട് നാളിതുവരെ ഒരു പദ്ധതിയിലും ഒരു തുള്ളി വെള്ളം പോലും അവിടെ ഈ പദ്ധതികൾ മൂലം കർഷകർക്ക് ജലം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ചിറ്റൂർ മേഖലയിലെ തെങ്ങിൻ തോട്ടങ്ങളിൽ 365 ദിവസം നന ലഭ്യമാക്കാനാണ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കിയത്. ഏക്കറിന് 70,000 രൂപ വരെ ചെലവ് വരുന്ന പദ്ധതിക്കായി 2.5 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം വരെ ചിലവഴിച്ചു. 365 ദിവസവും വെള്ളം ലഭ്യമാക്കുമെന്ന ഉറപ്പിൽ തുടങ്ങിയ പദ്ധതിയിൽ നിന്ന് ഒരു ദിവസം പോലും വെള്ളം ലഭിച്ചില്ലെന്നും ആരോപിക്കുന്നു. ഗിർ പശുവിനെ കൊണ്ടുവരൽ, അനർട്ട്, പാതിവില തട്ടിപ്പ് എന്നിവയിലെല്ലാം പങ്കുള്ള മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി തട്ടിപ്പിലും പങ്കുണ്ടെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K മോഹനൻ, രതീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.